السلام عليكم ورحمة الله. بسم الله والحمد لله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا أدركنا وآل كل وصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഖുദ്സിയായ ഹദീസും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ കലാമാണല്ലോ, അള്ളാഹു പറഞ്ഞതാണല്ലോ. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഖുദ്സിയായ ഹദീസ് അമാനുഷികമല്ല, എന്നാൽ ഖുർആൻ അമാനുഷികമാണ്. അതുകൊണ്ട് ഖുർആൻ പോലെ അതിന്റെ പാരായണം പ്രത്യേകം ആരാധനയില്ല എന്നാണ് ഒന്നാമത്തത്. രണ്ട്, അശുദ്ധിയുള്ളവർക്ക് വുളു കുളി നിർബന്ധമായിരിക്കും, അതിന്റെ സ്പർശം ഹറാമില്ല. ഖുദ്സിയായ ഹദീസ് സ്പർശിക്കാം, തൊടാം, പക്ഷെ ഖുർആൻ തൊടാൻ പറ്റൂല. അശുദ്ധിയുള്ളവർക്ക് അതിന്റെ പാരായണം ഹറാമില്ല. ഖുദ്സിയായ ഹദീസ് അശുദ്ധി ഉള്ളവർക്ക് അതിന്റെ പാരായണം ഹറാമില്ല. അതേസമയത്ത് വിശുദ്ധ ഖുർആൻ ആണെങ്കിലോ അത് ഹറാമാണ്. നാലാമത്തെ, അതിന്റെ ആശയങ്ങൾ മാറ്റിമറിക്കാത്ത പദങ്ങൾ കൊണ്ട് അറിയാവുന്നവന് അതിന്റെ ആശയ നിവേദനം അനുവദനീയമാണ്. അതൊരു ഖുദ്സിയ ഹദീസ് ആണെങ്കിൽ അതിന്റെ ആശയം നല്ലോണം അറിയാം, അതിന്റെ അവിടെ ഉദ്ധരിക്കപ്പെട്ട ഒറിജിനൽ പദം ഏതാണെന്ന് ഓർമ്മയില്ലെങ്കിൽ ആശയം കൊണ്ട് ഉദ്ധരിക്കാൻ പറ്റും ഖുദ്സിയായ ഹദീസ്. ഖുർആൻ അത് പറ്റൂല. അതുപോലെ തന്നെ അത് പാരായണം ചെയ്യുന്നവന് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് നൽകപ്പെടുന്ന പ്രതിഫലം നൽകപ്പെടുകയില്ല. പ്രത്യുത മതവിജ്ഞാന പാരായണത്തിന്റെ പ്രതിഫലമാണ് നൽകപ്പെടുക. അടുത്തത്, അതിന്റെ വിൽപ്പന അനുവദനീയമാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഹറാമോ കറാത്തോ ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഖുദ്സിയായ ഹദീസ്. എന്നാൽ ഖുർആൻ അത് വിൽപ്പന ഹറാമാണെന്ന് പറഞ്ഞവർ ഉണ്ട്. കറാഹത്താണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു പോലുള്ളവർ കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കറാഹത്താണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അതല്ല ജായിസാണ് എന്ന് പറഞ്ഞവരുമുണ്ട് ഖുർആൻ. എന്നാൽ ഇതിന്റെ കാര്യത്തിൽ, ഖുദ്സിയ ഹദീസിന്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന്റെ ഭാഗങ്ങൾക്ക് സൂറത്ത് എന്നോ ആയത്ത് എന്നോ പറയില്ല. അക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല. പിന്നെ അടുത്തത്, അത് മികച്ച ഭാവനയിലൂടെ സ്ഥിരപ്പെട്ടതാണ്, തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. അള്ളാഹു പറഞ്ഞാണെന്നുള്ള ഭാവന കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതായത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത അത്രയും ആളുകൾ വ്യക്തമാക്കി പറയുക, അതിനാണ് തവാത്തുർ എന്നെണ്ണം. തവാത്തുറത്തിന് എണ്ണം ചെയ്യാത്ത വ്യക്തികളുടെ ഉദ്ധരിക്കപ്പെട്ടതാണ് അവ. അതുകൊണ്ട് ഖുദ്സിയ ഹദീസിനെ നിഷേധിച്ചവൻ കാഫിറാവുകയില്ല. അതുപോലെ മിക്കപ്പോഴും ഉപദേശങ്ങളും തത്വജ്ഞാനം ഉൾക്കൊള്ളേണ്ടതാണ്, വിലക്കുകൾ ഉൾക്കൊള്ളേണ്ടതല്ല. അത് അള്ളാഹുലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറയും. അള്ളാഹുലേക്ക് ചേർത്തി പറയുന്നത് അതുകൊണ്ട് ആദ്യമായി സംസാരിച്ചത് അള്ളാഹുവാണ് എന്ന നിലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറയുന്നത് അള്ളാഹുവിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തിരുമേനിയാകുന്നു എന്ന നിലക്കാണ്. എന്നാൽ ഖുർആനിനെ അള്ളാഹുവിലേക്ക് മാത്രമേ ചേർത്ത് പറയുകയുള്ളൂ.